Ninth question. The ABC Printing Company, is facing a tight financial squeeze and is attempting to cut cost wherever possible. At present, it has only one printing contract and luckily the book is selling well. The book is selling well in both the hardware, both the hardcover and paperback edition. It has just received a request to print more copies of this book in either the hardcover or paperback form. The printing cost for hardcover books is rupees 600 per 100, while that for paperback is only rupees 500 per 100. Although the company is attempting to economize, it does not wish to lay off any employee. Therefore, it feels obliged to run its two printing presses at least 80 and 60 hours per week respectively. Press 1 can produce 100 hardcover books in 2 hours or 100 paperback
books in 1 hour. Press 2 can produce 100 hardcover books (1 hour) or 100 paper bags in 2 hours. Determine how many books of each type, how many books of each type should be printed in order to minimize cost. അപ്പം നമുക്ക് കോസ്റ്റ് മിനിമൈസ് ചെയ്യാനായിട്ട് എത്ര ബുക്സ് വെച്ചിട്ട് പ്രിന്റ് ചെയ്യണം. അപ്പം നമ്മൾ ഇതെല്ലാം ഹൺഡ്രഡ്സിന് നമ്പർ തന്നേക്കുന്നത് 100ന്റെ ബാച്ചസ് എത്രണ്ണം പ്രിന്റ് ചെയ്യണം എന്നാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം നമുക്ക് കോസ്റ്റും തന്നിരിക്കുന്നത് ഇൻ ടേംസ് ഓഫ് 100 ആണ്. പ്രിന്റിംഗ് കോസ്റ്റ് ഫോർ ഹാർഡ് കവർ ബുക്ക് ഇസ് 600 per 100. അപ്പം നമുക്ക് ഹാർഡ് കവറിന് 600, പേപ്പർ ബാഗിന് 500 per 100. അപ്പം 100 ബുക്സിനാണ് 600. അപ്പം നമുക്ക് 100ന്റെ എത്ര ബാച്ചസ് നമുക്ക് ഹാർഡ് കവർ എടുക്കണം, 100ന്റെ എത്ര ബാച്ചസ് പേപ്പർ ബാഗ് നമ്മൾ പ്രിന്റ് ചെയ്യണം. ഇതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം നമ്മൾ ആദ്യം വേരിയബിൾസ് ഡിഫൈൻ ചെയ്യണം. ലെറ്റ് x1 and x2 be the number of batches containing 100 ഹാർഡ് കവർ and paperback books respectively. LP മോഡലാണ് നമുക്ക് വേരിയബിൾസ് ഡിഫൈൻ ചെയ്യാം. ലെറ്റ് x1 and x2 be the number of batches containing 100 hardcover and paperback books respectively. 100 ബാച്ചസിൻ്റെ x1 ഹാർഡ് കവറും x2 പേപ്പർ ബാഗും ഉണ്ടെന്നാണ്. അപ്പം അതിൻ്റെ കോസ്റ്റ് എത്രയാണ്? ഹാർഡ് കവറിൻ്റെ കോസ്റ്റ് 100ന് 600, പേപ്പർ ബാഗിൻ്റെത് 500. അപ്പം 600 x1 പ്ലസ് 500 x2 ആണ് നമ്മുടെ കോസ്റ്റ്. അതിനെയാണ് നമുക്ക് മിനിമൈസ് ചെയ്യേണ്ടത്. The LP model is minimize ZD, അത് ടോട്ടൽ കോസ്റ്റ് ആണ്. ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു മിനിമൈസ്. അവിടെ നമുക്ക് 600 x1 പ്ലസ് 500 x2. ഇനി നമുക്ക് അതിൻ്റെ കൺസ്ട്രെയിൻസ് പറയാം. സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻസ്. സബ്ജക്റ്റ് ടു ദി കൺസ്ട്രെയിൻസ്. ഇവിടെ കൺസ്ട്രെയിൻസ് പറയുന്നത് ഇവര് ഫസ്റ്റ് പ്രസ്സിൽ run its 2 printing presses at least 80 and 60 hours per week. അപ്പോൾ ഫസ്റ്റ് പ്രസ് 80 hours, സെക്കൻഡ് പ്രസ് 60 hours. അപ്പോൾ പ്രസ് 1ന് 100 ഹാർഡ് കവർ ബുക്സ് 2 hours, ഒരു ബാച്ചിന് 2 hours, ഒരു ബാച്ച് പേപ്പർ ബാഗിന് 1 hour വേണ്ട. അപ്പം അവിടെ 2x1 പ്ലസ് x2 ആണ് അവിടെ വരുന്ന ടൈം. അത് അറ്റ്ലീസ്റ്റ് 80 എങ്കിലും വേണം. അപ്പം അത് 2x1 പ്ലസ് x2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80 ആയിരിക്കണം. പ്രസ് 2ന്റെ കേസിൽ 60 hours എങ്കിലും മിനിമം വർക്ക് ചെയ്യിപ്പിക്കണം. പ്രസ് 2ന്റെ ഹാർഡ് കവറിന് 1 hourനും പേപ്പർ ബാഗിന് 2. അപ്പം x1 പ്ലസ് 2x2 അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 ആയിരിക്കണം. അപ്പോൾ 2 കൺസ്ട്രെയിൻസ് ആണ് ഇവിടെ വരുന്നത്. സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻ. ആദ്യം പ്രസ് 1ന്റെ കൺസ്ട്രെയിന് 2x1 പ്ലസ് x2 അത് മിനിമം 80 hours എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80. അത് പ്രസ് 1ന്റെ ആണ്. അടുത്തത് x1 പ്ലസ് 2x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60. അത് പ്രസ് 2ന്റെ ആണ്. ഇനി എന്താണ്? നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻ ആണ്. x1 x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.
ഇത്രയും കൺസ്ട്രെയിൻസ് ആണ് നമുക്ക് ഉള്ളത്. 2 കൺസ്ട്രെയിൻസ് നമ്മുടെ കോസ്റ്റ് മിനിമൈസ് ചെയ്യാനാണ്. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് പോസിറ്റീവാണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് നമുക്ക് -S1 -S2 ഇവിടെ കൊടുക്കേണ്ടി വരും. സർപ്ലസ് വേരിയബിൾ കുറയ്ക്കണം. സർപ്ലസ് വേരിയബിൾ കുറച്ച് കഴിയുമ്പം നമുക്ക് ഇവിടെ നോക്കുമ്പോൾ 2 1 1 2 ഫോമിലാണ്, മറ്റേത് -1 0 0 -1. അപ്പോൾ രണ്ടിടത്തും നമുക്ക് ആർട്ടിഫിഷ്യൽ വേരിയബിൾ കൊണ്ടുവരാതെ നമുക്കൊരു ബേസിക് വേരിയബിൾ കിട്ടത്തില്ല. സോ ഇൻട്രൊഡ്യൂസിങ് സർപ്ലസ് വേരിയബിൾസ്, രണ്ടിടത്തും സർപ്ലസ് വേരിയബിൾ ആണ് വേണ്ടത്. വേരിയബിൾസ് S1 and S2 and artificial variables A1 and A2. The LP problem becomes, അപ്പം ഇവിടെ മിനിമൈസേഷൻ ആയതുകൊണ്ട് നമുക്ക് A1ന്റെയും A2ന്റെയും കോസ്റ്റ് എന്ന് പറയുന്നത് +M ആയിരിക്കും. മിനിമൈസേഷൻ പ്രോബ്ലം ആയതുകൊണ്ട് എമ്മിന്റെ ആർട്ടിഫിഷ്യൽ വേരിയബിൾസിന്റെ കോസ്റ്റ് +M ആയിരിക്കും. അപ്പോൾ നമ്മുടെ മിനിമം ഓഫ് Z ഈസ് ഈക്വൽ ടു, പ്രോബ്ലം എന്ന് പറയുന്നത് മിനിമം ഓഫ് Z ഈസ് ഈക്വൽ ടു 600x1 + 500x2 + 0s1 0s2. സ്ലാഗ് വേരിയബിൾസിന്റെ കോസ്റ്റ് സർപ്ലസ് വേരിയബിൾസിന്റെ കോസ്റ്റ് 0 ആണ്. പിന്നെ ആർട്ടിഫിഷ്യൽ വേരിയബിളിന്റെ കോസ്റ്റ് M ആണ്. MA1 MA2. Subject to 2x1 + x2 -S1 + A1 = 80. x1 + 2x2 -S2 + A2 = 60. ഇനി ഇതെല്ലാം ഗ്രെറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. x1 x2 S1 S2 A1 A2 ഗ്രെറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പം നമുക്ക് LP മോഡൽ നമ്മൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം മിനിമൈസേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് കൊണ്ടുവന്നു. എല്ലാം ഈക്വൽ ടു ആക്കി മാറ്റി. മിനിമൈസേഷൻ ആയതുകൊണ്ട് നമുക്ക് CJ - SRJകളെല്ലാം ഗ്രെറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരുന്നത് പോലെ വേണം ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ ആദ്യം ടേബിൾ, നമുക്ക് ഫസ്റ്റ് ഇനീഷ്യൽ ടേബിൾ നമുക്ക് എടുക്കാം. CB x1 x2 S1 S2 A1 A2. Minimum ratio 600 500 0 0 M M. ആയിട്ട് എഴുതുമ്പോൾ 2 1 -1 1 0 0. അത് 1 2 0 -1 0 1. ഇസഡ് കാണണം. നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ വേരിയബിൾസ് A1ഉം A2 ആണ്. 80 60 കോസ്റ്റ് M M. നമുക്ക് 80M + 60M എന്ന് പറയുമ്പോൾ 140M ആണ്. വളരെ വലിയതാണ്. നമുക്കിതിനെ മിനിമൈസ് ചെയ്യുവാണ് ചെയ്യേണ്ടത്. നമ്മുടെ ഇസഡ് എന്ന് പറയുന്നത് 140M ആയിരിക്കും. ഇനി ZJയും CJ - ZJയും ZJ ചെയ്യുമ്പോൾ 2 + 1 ഇത് 3M ഇത് 3M -M -M +M +M. ഇനി കോസ്റ്റ് കുറയ്ക്കുമ്പം 600 - 3M 500 - 3M M M 0 0. അപ്പം നമുക്ക് CJ - ZJകൾ എല്ലാം പോസിറ്റീവ് ആയിരുന്നെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. പക്ഷെ ഇവിടെ നെഗറ്റീവ് ഉണ്ട്, രണ്ടെണ്ണത്തിന് നെഗറ്റീവ് ഉണ്ട്. അപ്പം 600 - 3M ഉണ്ട്, 500 - 3M ഉണ്ട്. അപ്പം നമ്മൾ ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നുവാണെങ്കിൽ എമ്മിനൊരു 100 കൊടുക്കാം. അപ്പം 600 എമ്മിന് 100 കൊടുക്കേണ്ട 1000 കൊടുക്കാം. കാരണം ഇവിടെ നമുക്ക് നെഗറ്റീവായിട്ട് കിട്ടണം. എം എന്ന് പറയുന്നത് വളരെ വലിയൊരു വാല്യൂ ആണ്. അപ്പം നമ്മൾ എമ്മിനൊരു 1000 കൊടുക്കുവാണെങ്കിൽ ഇത് 600 - 3000 വരും. അപ്പോൾ അത് -2400 വരും. ഇവിടെ 500 - 3000 എന്ന് പറയുമ്പോൾ അത് 2000 - 2500. അപ്പം -2500 ആണ് ചെറുത്.
ഇവിടെ -2400, അതായത് രണ്ടും -3m ആയതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എമ്മിന് ഒരു 1000 വല്ലതും കൊടുത്ത് നോക്കുക. അപ്പോൾ 600 - 3m 500 - 3m നോക്കുമ്പം എമ്മിന് 1000 കൊടുക്കുമ്പോൾ ഇത് -2500, ഇത് -2400. അതിലെ ചെറുതെന്ന് പറയുന്നത് -2500. അപ്പം നമുക്ക് x2 എൻ്റർ ചെയ്യും എന്ന് മനസ്സിലാകും. ഇനി ഏത് വേരിയബിളാണ് പുറത്തു പോകുന്നതെന്ന് അറിയാൻ വേണ്ടി നമുക്ക് മിനിമം റേഷ്യോ കാണാം. ആദ്യത്തെ റേഷ്യോ 80/1 80, രണ്ടാമത്തേത് 60/2 = 30. അപ്പം ഈ വേരിയബിൾ പുറത്തു പോകും. അപ്പം നമുക്ക് ഈ A2 പുറത്തു പോയിട്ട് മാറിപ്പോയി 80/1 ഇവിടെ മാറിപ്പോയതാണ്. 80/1 60/2. അപ്പം നമുക്ക് x2 അകത്തോട്ട് വരും, ഈ വേരിയബിൾ പുറത്തോട്ട് പോകും. A2 എന്നുള്ള വേരിയബിൾ പുറത്തു പോകും. അപ്പം നമുക്ക് ഈ 2വിനെ ഇനി 1 ആക്കണം. അതിന് വേണ്ടി ഈ റോ മൊത്തം നമ്മൾ 1 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പം നമുക്ക് ഇവിടുത്തെ A1 x2 ആയിട്ട് മാറും. CB B XB x1 x2 s1 s2 a1 a2. അതിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു A2 നമ്മൾ പുറത്തോട്ട് പോയ ഇവിടെ നമ്മൾ x2 എൻറ്റേഴ്സ് ആൻഡ് A2 ലീവ്സ്. ആർട്ടിഫിഷ്യൽ വേരിയബിൾ, ബാക്കി സ്ലാക്കോ സർപ്ലസോ ആണെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല. ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഒന്ന് പുറത്തു പോയാൽ അതിനെ പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അപ്പം നമുക്ക് ഇവിടെ മിനിമം റേഷ്യോ അപ്പോൾ നമ്മുടെ വേരിയബിൾസ് A1 x2, A1ൻ്റെ കോസ്റ്റ് m, ഇതിൻ്റെ കോസ്റ്റ് 500. ആയിട്ട് നമ്മൾ സെക്കൻഡ് റോയെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം 30 1/2 1 0 -1/2 0. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ 1 ആക്കണം. ഈ 1 അല്ല, ഇതിനെ 0 ആക്കണം. ഇതിനെ 0 ആക്കാൻ വേണ്ടി നമുക്ക് 80 മൈനസ് ഇതിനെ ബൈ 2 ചെയ്തുകൊണ്ട് ഇപ്പുറത്ത് കിടപ്പുണ്ടല്ലോ, അത് മൈനസ് ചെയ്താൽ മതി. ഇപ്പം 80 - 30 50 വരും. 80 - 30 50. അടുത്തത് 2 - 1/2 3/2. അടുത്തത് 1 - 1 0 -1 0 -1/2 എന്ന് പറയും +1/2. അടുത്തത് 1. Z = നമുക്ക് 50m 1500 വരെ. അപ്പോൾ 50m + 1500. ഇപ്പോഴും എം വലിയ വാല്യൂ ആയതുകൊണ്ട് ഇസഡ് വലിയ വാല്യൂ ആയിട്ടാണ് നിൽക്കുന്നത്. എങ്കിലും മുമ്പത്തേക്കാലം കുറഞ്ഞു. മുമ്പേ നമുക്ക് അവിടെ 140m ഉണ്ടായത്, അത് വെച്ച് നോക്കുമ്പോൾ കുറവാണ്. എങ്കിലും കോസ്റ്റ് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ 50m + 1000 15,000 3 0 ഉണ്ട് 15,000 വരും. ഇനി നമുക്ക് ZJ CJ - ZJ. അപ്പോൾ ഇവിടെ 3/2m + 250 വരും. 250 + 3/2m. അടുത്തത് 500. അടുത്തത് -m. അടുത്തത് m/2 - 250. അടുത്തത് m എന്ന് വരും. ഇനി CJ നമുക്കിവിടെ 600 500 0 0 m. 600 - 250 എന്ന് പറയുമ്പോഴത്തേക്കും 350 - 3m/2. അടുത്തത് 500 - 500. അപ്പോൾ 500 500 പോയി. പിന്നെ മിച്ചം എത്രയാണ്? അല്ല, ഇവിടെ 500 മാത്രമേ ഉള്ളൂ. 500 0. അടുത്തത് -m. 0 - -m +m വരും. അടുത്തത് 0 - this. 0 - this എന്ന് പറയുമ്പം 250 - m/2.
അടുത്തത് m മൈനസ് എം 0 വരും. അപ്പോൾ നമുക്ക് എല്ലാം പോസിറ്റീവ് ആണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. ഇവിടെ 2 എണ്ണം നെഗറ്റീവ് വരും, കാരണം എം വലിയ വാല്യൂ ആയതുകൊണ്ട്. 350 മൈനസ് 3m/2 ഉണ്ട്, 250 മൈനസ് m/2 ഉണ്ട്. അതിൽ 3m/2 കുറയ്ക്കുന്നതായിരിക്കും മോസ്റ്റ് നെഗറ്റീവ് എന്ന് പറയുന്നത്. കാരണം ഇവിടെ 250 മൈനസ് m/2, ഇവിടെ 350 മൈനസ് 3m/2. നമ്മൾ 1000 വല്ലതും കൊടുക്കുവാണെങ്കിൽ ഇവിടെ 3000/2 1500 വരും. 350 മൈനസ് 1500, ഇവിടെ 250 മൈനസ് 750 വരും. നമ്മൾ 250 മൈനസ് 500 വരുള്ളൂ. അപ്പോൾ ഇതായിരിക്കും മോസ്റ്റ് നെഗറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാം നമ്മുടെ x1 enters the basis എന്ന് പറയാം. enters the basis. ഇനി ആരാണ് പുറത്തു പോകുന്നതെന്ന് കണ്ടുപിടിക്കണം. അതിന് വേണ്ടി മിനിമം റേഷ്യോ കാണണം. അപ്പോൾ 50 ഡിവൈഡഡ് ബൈ 3/2. 50 ഡിവൈഡഡ് ബൈ 3/2 എന്ന് പറയുമ്പോൾ റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 50 ഇൻറ്റു 2/3, അപ്പോൾ 100/3 അല്ലെങ്കിൽ 33.3 എന്ന് വരും. അടുത്തത് 30 ഡിവൈഡഡ് ബൈ 1/2. 30 ഡിവൈഡഡ് ബൈ 1/2, 30 ഇൻറ്റു 2 വരും. അപ്പോൾ അത് 60. അപ്പോൾ മിനിമം നമുക്ക് A1 ആണ് പുറത്ത് പോകേണ്ടത്, 33.3. അപ്പോൾ ഇതിനെയാണ് നമ്മളിനി 1 ആക്കേണ്ടത്. അപ്പോൾ ഇൻറ്റു 2/3 ചെയ്യണം. x1 enters the basis and A1 leaves the basis. A1 ആർട്ടിഫിഷ്യൽ വേരിയബിൾ ആയതുകൊണ്ട് ഇനി നമ്മൾ ഈ കോളം ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല. A1 leaves. അപ്പം നമുക്ക് വരയ്ക്കുമ്പോൾ CB B XB x1 x2 s1 s2. ഇനി A1 A2 എഴുതേണ്ട കാര്യമില്ല. നമുക്ക് മിനിമം റേഷ്യോ x1 x2. ZJ CJ മൈനസ് ZJ. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് കോസ്റ്റ് ചെയ്താൽ ഇത് 600, ഇത് 500. 600 500 0 0. ഇനി നമുക്ക് ഫസ്റ്റ് റോയെ മൊത്തം 2/3 ചെയ്യണം. ഇൻറ്റു 2/3 ചെയ്യുമ്പം 100/3. 1 0 മൈനസ് 2/3. 1/2 ഇൻറ്റു 2/3 എന്ന് പറയുമ്പോൾ 1/3. ഇനി ഇത് നമുക്ക് 0 ആക്കണം. ഇത് 0 ആക്കാൻ വേണ്ടി ഇതിനെ ബൈ 3 ചെയ്തിട്ട് ഇതിൽ നിന്ന് കുറച്ചാൽ മതി. 30 മൈനസ് 50/3 അല്ലേ? 30 മൈനസ് 50/3. 30 മൈനസ് 50/3. 150 മൈനസ് 50 വരും. 150 മൈനസ് 50 100. അവിടെ അല്ല 150 90 മൈനസ് 50. 3 ഇൻറ്റു 3 90 മൈനസ് 50. അപ്പോൾ ഇത് 40/3. ഇത് 0. അടുത്തത് 1 മൈനസ് 0. ഇനി 0 മൈനസ് 1/3 ആണ്. അപ്പം 1/3 വരും. അടുത്തത് 0 മൈനസ് 1/3. -1/2 -1/2 മൈനസ് ആദ്യത്തെ ഇത് പോയി. 1 മൈനസ് 0 0 മൈനസ് 1/3 പ്ലസ് 1/3. ഇനി -1/2 മൈനസ് 1/6 മാറിപ്പോയി ഞാൻ പറഞ്ഞപ്പം. -1/2 മൈനസ് 1/6. അപ്പം -3 മൈനസ് ഇൻറ്റു 3 -3 മൈനസ് 1 -4/6 വരും. -4/6 എന്ന് പറയുമ്പം -2/3. ഇനി നമുക്ക് ഇസഡ് നോക്കാം. 600 ഇൻറ്റു 100/3. 600ഉം 3യും കൂടെ വെട്ടുമ്പോൾ 200. അപ്പം 2 1 2 3 4 4 0 വരും. 20,000 പ്ലസ് 5 4s 20. 3 0യും കൂടെ വരുമ്പോൾ 20,000/3. അപ്പം 20,000 പ്ലസ് 20,000/3. അത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇനി ZJs കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇത് 600,
ഇത് 500 600/3 അപ്പം -1200 എല്ലാം 3 ആയതുകൊണ്ട് LCM പിന്നെ ചെയ്യാം. -1200 പ്ലസ് 500 അപ്പം മൈനസ് വരും. -700/3 ഇവിടെ 600 -1000 -400/3. ഇനി നമുക്ക് CJ - SRJ ചെയ്യണം. CJ 0 0 ഇത് 0 മൈനസ് ഓഫ് ദിസ് എന്ന് പറയുമ്പോൾ 700/3 400/3 എല്ലാം പോസിറ്റീവാണ്. അപ്പോൾ CJ - SRJ greater than or equal to 0. Therefore, the solution is optimal. The solution is optimal. And the optimal solution is x1 100/3, x2 40/3. x1 equal to is at x1 equal to 100/3, x2 equal to 40/3. രണ്ട് വേരിയബിൾസ് ആയിരുന്നു തന്നിരുന്നത്. ആൻഡ് മിനിമം ഓഫ് Z is equal to 20,000 plus 20,000/3. LC എടുക്കുമ്പോൾ 3 × 2 60,000. അപ്പോൾ 80,000/3. അപ്പം ഇതാണ് മിനിമം കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് x1 x2 ഇട്ടാൽ പോരാ. കാരണം നമുക്ക് എത്ര ബാച്ചസ് ഓഫ് പേപ്പർ ബാഗ് എത്ര ബാച്ചസ് ഓഫ് ഹാർഡ് കവറുമാണ് വേണ്ടതെന്നാണ്. നമ്മൾ ഹാർഡ് കവർ x1 ബാച്ചസ് ഒന്നും മറ്റേത് x2 ബാച്ചസ് ഒന്നും എടുത്തത്. അപ്പം നമ്മൾ അതും കൂടെ, കാരണം നമ്മളാണ് x1 x2 എന്നുള്ള വേരിയബിൾസ് ഡിഫൈൻ ചെയ്തത്. അപ്പം നമ്മളിവിടെ മാറ്റി ഡിഫൈൻ ചെയ്യണം. Therefore, x1 equal to 100/3 batches of hardcover books and x2 equal to 40/3 batches of paperback book have to be produced to minimize cost. Minimum cost is Z is equal to 80,000/3. ഇതാണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ച് ആ വേരിയബിൾസ് എന്താണെന്ന് പറയണം. നമ്മളാണ് x1 x2 കൊടുത്തത്.